ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു ഇറച്ചി പത്തിരി ഉണ്ടാക്കാം. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഒരു 250 ഗ്രാം ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു 5 തൊട്ട് 6 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന ടൈം കൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് 2 കപ്പ് മൈദയും കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുക. നന്നായി കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ഉള്ളി സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കാഷ്യൂനട്ടും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ബീഫ് നല്ല ഡ്രൈ ആയി വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് ഇളക്കുക. നമ്മുടെ ഫില്ലിങ് അവിടെ റെഡിയാണ്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മാവിൽ നിന്ന് ചെറിയ ഉരുളകളെടുത്ത് പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇനി ഒരു പൂരീൻ്റെ മേലെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് മറ്റേ പൂരി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക.
അറ്റമൊക്കെ നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഒരു കട്ടർ വെച്ചോ ഫോർക്ക് വെച്ചോ അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ പൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തന്നെ കഴിക്കുക, അതല്ലെങ്കിൽ ഞാൻ വേറൊരു രീതി കൂടി കാണിച്ചു തരാം. ഒരു പ്ലേറ്റിലേക്ക് 2 മുട്ട, 1 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഏലക്ക പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് നെയ്യ് തടവി ചൂടാക്കാൻ വെക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പത്തിരി ഓരോന്നായി എടുത്ത് മുട്ടൻ്റെ മിക്സിൽ മുക്കി നെയ്യിലിട്ട് ഗോൾഡൻ കളറാവണ വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.